الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. इस आयत का तर्जुमा है कि वो लोगों जो ईमान लाए तुम पर रोज़े उसी तरह फ़र्ज़ कर दिए गए हैं जिस तरह तुमसे पहले लोगों पर फ़र्ज़ किए गए थे ताकि तुम तक़वा. ഈ ആയത്തിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾ തഖ്വയുള്ളവരായിത്തീരുന്നതിനു വേണ്ടി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്നലെ മുതൽ ഇവിടെ നോമ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഒരു റമളാൻ മാസം കൂടി നമ്മുടെ ജീവിതത്തിൽ വന്നതിന് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഓതിയ ആയത്തിൽ അള്ളാഹു ഒരു വിശ്വാസിയോട് നോമ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് നിർബന്ധമായതിനെക്കുറിച്ചുമാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതോടൊപ്പം പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുകടന്ന പ്രവാചക സമുദായങ്ങൾക്കും നോമ്പ് നിർബന്ധമായിരുന്നു. കാരണം നോമ്പ് വിശ്വാസത്തിൽ പുരോഗതി കൈവരിക്കാൻ അനിവാര്യമാണ്. നോമ്പ് ആത്മീയതയിൽ മുന്നേറാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. വിവിധ മതങ്ങളിൽ അവരുടെ പ്രവാചകന്മാരുടെ കാലത്തുള്ള അതേ രീതിയിലോ അതല്ലെങ്കിൽ മാറ്റം വന്ന രീതിയിലോ നോമ്പ് നാം കാണുന്നുണ്ട്. നോമ്പ് ഏതെങ്കിലും തരത്തിൽ അവരിലെല്ലാം നിലനിൽക്കുന്നു. ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നോമ്പിനെ കുറിച്ചുള്ള പരാമർശം നമുക്ക് ലഭിക്കുന്നു. ഹസ്രത്ത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നോമ്പിനെ കുറിച്ചുള്ള പരാമർശം കാണാം. ഹിന്ദുക്കളിലും നോമ്പിന്റെ ഒരു രീതി കാണുന്നു. അവർ പാചകം ചെയ്ത വസ്തുക്കൾ കഴിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നു. അതേപോലെ ക്രിസ്ത്യാനികളിലും നോമ്പുണ്ട്. ക്രിസ്ത്യാനികളിൽ ചില വിഭാഗക്കാർ നോമ്പെടുക്കുമ്പോൾ മാംസം കഴിക്കില്ല. പച്ചക്കറികളും മറ്റും എത്ര വേണമെങ്കിലും അവർക്ക് കഴിക്കാം. കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനെയുള്ള ഒരു നോമ്പുകാരനെ കാണാൻ സാധിച്ചു. നമ്മുടെ ഒരു ക്രിസ്ത്യൻ സുഹൃത്താണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരോ നാട്ടിന്റെ പേരോ ഞാൻ പറയുന്നില്ല. ഈ സുഹൃത്ത് ഒരു സദ്യയിൽ എന്നോടൊപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിന്റെ പ്ലേറ്റ് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നില്ല എന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചു. കാരണം പ്ലേറ്റിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയില്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പ് നോറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നോമ്പിനെ ആദരിച്ചുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ ഇത് കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഭൗതിക പ്രവർത്തനത്തിൽ മുഴുകിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നിട്ടും മതകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ പച്ചക്കറികൾ കണ്ടു. ചോറും അവിടെയുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ചോറും പച്ചക്കറിയും എല്ലാം നോമ്പിന്റെ അവസ്ഥയിൽ കഴിക്കാൻ പറ്റുമല്ലോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങളുടെ മുമ്പിൽ പാത്രത്തിൽ ചിക്കനും മറ്റും കൊണ്ടുവന്നു വെച്ചു.
ഞങ്ങളത് ഇട്ട് കഴിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്ലേറ്റ് ഞാൻ നോക്കിയപ്പോൾ അതിലും ഇറച്ചി കഷണം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നോമ്പിൽ കോഴി ഇറച്ചി കഴിക്കാനുള്ള അനുവാദമുണ്ടോ? അദ്ദേഹത്തോട് വളരെ അടുത്ത ബന്ധമായിരുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭക്ഷണം വിളമ്പുന്നവർ പല പ്രാവശ്യം ഇവിടെ വന്നു. കോഴിക്കറിയുടെ ഡിഷ് എന്റെ അടുത്ത് പലവരും കൊണ്ടുവന്നു. എന്റെ മതം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതായത് ആതിഥേയം വല്ലതും തരികയാണെങ്കിൽ അത് കഴിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. മുമ്പുള്ള മതത്തിൽ വിശ്വസിക്കുന്നവരുടെ നോമ്പാണിത്. എല്ലാവരും ഭക്ഷണം കഴിക്കുകയായിരുന്നു. അവിടെ നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു, മാംസാഹാരമായിരുന്നു. ചുറ്റും ആളുകൾ ഇരുന്ന് ഭക്ഷിക്കുന്നത് കാണുമ്പോൾ ഭക്ഷണം വിളമ്പുന്ന 2 പേരിൽ ഒരാൾ വിട്ടുപോയപ്പോൾ അടുത്ത ആളിൽ നിന്നും വാങ്ങിയിരിക്കാം. ഇദ്ദേഹത്തിന്റെ വാക്കനുസരിച്ച് അദ്ദേഹം സാമാന്യ മര്യാദ കാണിച്ചുകൊണ്ട് ഭക്ഷണം വാങ്ങി തുടർന്ന് തിന്നാനും തുടങ്ങി. ഇവിടെ സാമാന്യ മര്യാദ മതകൽപ്പനയെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിന് കാരണം മതകൽപ്പനകൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ ഇவ்வித കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞില്ല എന്നതാണ്. എന്നാൽ വിശുദ്ധ ഖുർആനെ സംരക്ഷിക്കും എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അത് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. വിശ്വാസികളോട് നോമ്പെടുക്കുക എന്ന് മാത്രമല്ല കൽപ്പിച്ചത്, പ്രവാചകന്മാരുടെയോ പൂർവികരുടെയോ നോമ്പിനെ കുറിച്ച് ഉള്ള വൃത്താന്തം മാത്രമല്ല ഇതിലുള്ളത്. മറിച്ച് പറഞ്ഞത്, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാണ്, 1 മാസത്തേക്ക് നിർബന്ധമാണ്. എല്ലാതരം ഭക്ഷണപാനീയങ്ങൾ പൂർണ്ണമായും വർജിക്കണം. ഇത് മുഖേന വിശ്വാസികൾക്ക് എന്താണ് കരസ്ഥമാവുക? പറയുന്നു, നിങ്ങൾ ഇത് മുഖേന തഖ്വ സ്വായത്തമാക്കുന്നതാണ്, തഖ്വയിൽ പുരോഗതി കൈവരിക്കുന്നതാണ്. നോമ്പ് മുഖേന അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രീതി നിങ്ങൾ കരസ്ഥമാക്കണം. ദൈവപ്രീതിക്കായി നോമ്പെടുക്കാൻ ഹവാരികളോട് പറഞ്ഞതായി ബൈബിളിൽ പരാമർശമുണ്ട് എന്നത് ശരി തന്നെയാണ്. മറ്റുള്ളവരെ കാണിക്കാൻ നോമ്പെടുക്കാനല്ല പറഞ്ഞത്. നോമ്പ് മുഖേന ആത്മീയത വർദ്ധിക്കുന്നു എന്നുമുണ്ട്. ആത്മീയത വർദ്ധിക്കുന്നതനുസരിച്ച് രോഗശാന്തി കൈവരിക്കുന്നു. എന്നാൽ പാപപരിഹാര സിദ്ധാന്തം പിന്നീട് നോമ്പിന്റെ ആത്മാവായ തഖ്വ കരസ്ഥമാക്കുക എന്നതിനെ അവസാനിപ്പിച്ചു കളഞ്ഞു. അതിനാൽ തഖ്വ കരസ്ഥമാക്കുന്ന പ്രശ്നം തന്നെ ഉദിക്കുന്നില്ലെങ്കിൽ നോമ്പ് മുഖേന ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ തന്നെ ഇല്ലാതാവുകയാണ്. അനുഗ്രഹങ്ങൾ ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ നോമ്പിന്റെ പേര് മാത്രം അവശേഷിക്കുന്നു. ഇത് വെറും പേരിനുള്ള നോമ്പാണ്. ഇത് കാരണം വേവിച്ച പച്ചക്കറിയിൽ നിന്നും പാകം ചെയ്ത മാംസത്തിലേക്ക് വരെ കൈകൾ നീളുന്നു. ചുരുക്കത്തിൽ ഇവിടെ ഇസ്ലാമിന്റെയും വിശുദ്ധ ഖുർആന്റെയും മനോഹാരിത പ്രകടമാവുകയാണ്. അത് അധ്യാപനം മാത്രമല്ല പറഞ്ഞത്, മറിച്ച് കൽപ്പന നൽകുകയും അതിന്റെ ലക്ഷ്യം എന്താണെന്ന് പറയുകയും അതിന്റെ പ്രതിഫലമായി എന്തെല്ലാം പ്രതിഫലം ലഭിക്കും എന്നും പറയുകയുണ്ടായി. ഇസ്ലാമിന്റെ അധ്യാപനത്തെ നിലനിർത്തുന്നതിനായി, അതിനുള്ള പ്രവർത്തന മാതൃക സ്ഥാപിക്കുന്നതിനായി മുജദ്ദിദുമാരും ഔലിയാക്കന്മാരും വന്നുകൊണ്ടിരുന്നു. കൂടാതെ ഇക്കാലത്ത് വാഗ്ദത്ത മഹദി മസീനെ അയച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഈ അധ്യാപനത്തിന്റെ ആത്മാവ് നിലനിർത്താനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു. അവർ തഖ്വയിൽ ചലിക്കാനായി വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. നോമ്പിന്റെ ആത്മാവ് മനസ്സിലാക്കുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഇസ്ലാമിന്റെ 3-ാമത്തെ കാര്യം നോമ്പാണ്.
इसका നോമ്പിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും ലോകർ അജ്ഞരാണ്. इंसानी फितरत में है कि जिस कदर कम खाता है നോമ്പ് എന്ന് പറഞ്ഞാൽ तज़किया नफ्स होता മനുഷ്യൻ പട്ടിണി കിടക്കുക എന്നത് മാത്രമല്ല അർത്ഥമാക്കുന്നത്. ഇതിനൊരു യാഥാർത്ഥ്യമുണ്ട്, അത് സ്വാധീനം ചെലുത്തുന്നതാണ്. അത് അനുഭവത്തിലൂടെ വ്യക്തമായ കാര്യമാണ്. അനുഭവത്തിൽ നിന്നും തെളിഞ്ഞ ഒരു കാര്യമുണ്ട്. മനുഷ്യൻ എത്ര കണ്ട് കുറച്ച് ഭക്ഷിക്കുന്നുവോ അത്ര കണ്ട് ആത്മശുദ്ധി കൈവരിക്കുന്നു, ആത്മദർശന ശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു. അള്ളാഹു ഇത് മുഖേന ഉദ്ദേശിക്കുന്നത് ഒരു ഭക്ഷണം കുറക്കുകയും അടുത്ത ഭക്ഷണം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശപ്പും ദാഹവും സഹിക്കുക എന്ന് മാത്രമല്ലെന്ന കാര്യം നോമ്പുകാർ മനസ്സിലാക്കേണ്ടതാണ്. മറിച്ച് അവർ ദൈവസ്മരണയിൽ മുഴുകേണ്ടതാണ്. അത് മുഖേന ദൈവത്തിൽ ലയനവും സാധ്യമാകുന്നതാണ്, ഭൗതിക വിച്ഛേദനവും ലഭിക്കുന്നതാണ്. ചുരുക്കത്തിൽ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തെ മാത്രം പോഷിപ്പിക്കുന്ന ഭൗതിക ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാവിന് ശാന്തിയും ആത്മനിർവൃതിയും നൽകുന്ന രണ്ടാമത്തെ ഭക്ഷണം കരസ്ഥമാക്കുകയും ചെയ്യുക എന്നതാണെന്ന് നോമ്പുകാരൻ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിനു വേണ്ടി മാത്രം നോമ്പെടുക്കുന്ന ആൾ ആചാരം എന്ന നിലക്കല്ലെങ്കിൽ അവർ അള്ളാഹുവിന്റെ സ്തുതിയും തസ്ബീഹും തഹ്ലീലും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മുഖേന രണ്ടാമത്തെ ഭക്ഷണം അവർക്ക് ലഭിക്കുന്നതാണ്. മുകളിലെ ഉദ്ധരണിയിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഭക്ഷണം കുറച്ചു കഴിക്കുന്നതനുസരിച്ച് ആത്മശുദ്ധി കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്നും ഒരുപക്ഷെ പട്ടിണി കിടക്കുന്നതിലൂടെ ആത്മശുദ്ധി കൈവരിക്കും എന്ന ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അടുത്തു തന്നെ വിശദമായി കാര്യം പറഞ്ഞിരിക്കുന്നത്. ഭക്ഷണപാനീയങ്ങൾ മാത്രം ഉപേക്ഷിച്ചതുകൊണ്ട് നോമ്പിന്റെ ലക്ഷ്യം കരസ്ഥമാക്കാൻ സാധ്യമല്ല. ഇത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തഖ്വ സ്വായത്തമാക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ പ്രീതിക്കായാണ് നോമ്പ് നോറ്റതെങ്കിൽ നോമ്പുള്ള അത്രയും സമയം ദൈവസ്മരണയിൽ കഴിച്ചുകൂട്ടേണ്ടതാണ്. മറ്റൊരു സ്ഥലത്ത് ആ മഹാത്മാവ് പറയുന്നു, ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിന്റെ കാരണത്താൽ ചില സന്യാസികളിലും അങ്ങനെയുള്ള അവസ്ഥ സംജാതമാവുകയും അവർക്ക് ആത്മീയ ദർശനം കരഗതമാവുകയും ചെയ്യുന്നു. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം ഇതായിരിക്കാൻ പാടില്ല. ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം ദൈവത്തിലുള്ള വിലയം പ്രാപിക്കലാണ്, ഭൗതികതയിൽ നിന്നുള്ള വിച്ഛേദനമാണ്. ഇത് സാധിക്കുന്നത് ദൈവാരാധനയിലൂടെയും ദൈവസ്മരണയിലൂടെയുമാണ്. നമസ്കാരമാണ് ഇതിന്റെ ഏറ്റവും ഉത്തമമായ മാർഗം. അത് ആത്മാവിനെ സ്വാധീനം ചെലുത്തുന്നു, അള്ളാഹുവിന്റെ സാമീപ്യത്തിന് അത് കാരണമായി തീരുന്നു. അതിനാൽ യഥാർത്ഥ അർത്ഥത്തിലുള്ള നോമ്പ് എന്നത് ഭൗതിക ഭക്ഷണം കുറക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അനുവദനീയമായ വസ്തുക്കളിൽ നിന്ന് പോലും അല്പസമയം വിട്ടുനിൽക്കുകയും, ഇത് ആണ് തഖ്വ. ആ സമയങ്ങളിൽ ഭൗതിക പ്രവർത്തനങ്ങളിൽ മാത്രം മുഴുകാതെ നമസ്കാരത്തിലും ദൈവസ്മരണയിലും പൂർണ്ണമായ ശ്രദ്ധ തിരിക്കുകയും എന്നതാണ്. നമസ്കാരം മുമ്പ് ജംആക്കി നമസ്കരിച്ചു കൊണ്ടിരുന്നെങ്കിൽ ചില സന്ദർഭങ്ങളിൽ സമയത്ത് നമസ്കരിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക. അങ്ങനെ ദൈവസ്മരണയും ആരാധനയും മറ്റെല്ലാതിനേക്കാളും മുന്തിക്കുന്ന അവസ്ഥ കൈവരിക്കണം. പറയുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുന്നതിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കണം. അൽഹംദുലില്ലാ എന്ന് നാം പറയുമ്പോൾ അത് വെറും അധരവ്യായാമമായി മാറരുത്. മറിച്ച് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ഹംദ്, അതായത് സ്തുതി, പ്രതാപവാനായ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. എല്ലാത്തരം സ്തുതിയും അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. എല്ലാ സ്തുതിയും അവനിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്. വഴികേടിലായവരെ നേർവഴിയിലാക്കുന്ന അള്ളാഹുവിനെയാണ് നാം സ്തുതിക്കുന്നത്. അതിനാൽ വർഷം മുഴുവനും നാം അള്ളാഹുവിന്റെ മുമ്പിൽ
കുമ്പിടേണ്ട രീതി അനുസരിച്ച് കുമ്പിട്ടില്ലെങ്കിൽ इख्तियार करने वाले भी हों। ഈ മാസത്തിൽ അള്ളാഹു നമുക്ക് इस्लाम ने ഹിദായത്ത് അഥവാ നിർമാർഗം കാണിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഭാവിയിൽ ഇത് മുഖേന ദുർമാർഗത്തിൽ നിന്നും നാം രക്ഷപ്പെടട്ടെ. അങ്ങനെ സ്തുതിയുടെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹം കരസ്ഥമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ തഖ്വ സ്വീകരിക്കുന്നവരായി നാം മാറട്ടെ. ആ മഹാത്മാവ് പറയുന്നു, സ്തുതിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ചിന്ത, എല്ലാ ആദരവും ദൈവകരങ്ങളിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് ഈ റമളാനിൽ ഇപ്രകാരം കൂടി പ്രാർത്ഥിക്കുക, और तफाखुर की तरफ हम झुकने वाले ना हों। അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ കഴിയുന്ന സൽപ്രവർത്തികൾ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. इन्हिसार ഭൗതിക പൊങ്ങച്ചത്തിനും किसी दुनिया ആദരവിനും വേണ്ടി നെട്ടോട്ടമോടുന്നവരായി നാം മാറാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ ഹംദ് സ്തുതി ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നാം എപ്പോഴും ആശ്രയിക്കുന്നത് അള്ളാഹുവിന്റെ അസ്തിത്വത്തിനെയായിരിക്കണം. ഭൗതികമായ ഒന്നിനെയും നാം ആശ്രയിക്കരുത്. പറയുന്നു, അള്ളാഹുവിന്റെ തസ്ബീഹിൽ പരിശുദ്ധിയെ വാഴ്ത്തുന്നതിലും റമദാനിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. സുബ്ഹാനല്ലാഹ് എന്ന് ഉരുവിട്ടത് കൊണ്ട് മാത്രം കാര്യമായില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നതോടൊപ്പം ഇപ്രകാരം വേദനയോടെ പ്രാർത്ഥിക്കുക, അള്ളാഹു തആല നമ്മെ ഇഹലോകത്തുള്ള എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കട്ടെ. ഈ റമളാൻ നമ്മിൽ യഥാർത്ഥ വിശുദ്ധി ഉണ്ടാക്കുന്നതായി തീരട്ടെ. തുടർന്ന് പറയുന്നു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുക. ആരാധനക്കർഹൻ അള്ളാഹുവിന്റെ അസ്തിത്വം മാത്രമാണെന്ന വിശ്വാസത്തോടെ ആരാധിക്കുക. നമ്മെ വല്ല നഷ്ടത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ खुदा ताला के सहारे की जरूरत होती അത് അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. है। इसलिए എപ്പോഴെങ്കിലും നമുക്ക് പിന്തുണയുടെ ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പിന്തുണ മാത്രം നാം പ്രതീക്ഷിക്കുക. മനുഷ്യന് എപ്പോഴും അള്ളാഹുവിന്റെ താങ്ങാണ് ആവശ്യം. ये दुआ करे, അതുകൊണ്ട് ഈ യഥാർത്ഥ ആരാധ്യന്റെ മുമ്പിൽ എപ്പോഴും കുമ്പിട്ടുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക. जो तब्दीलियां റമളാനിൽ अल्लाह നോമ്പിനോടൊപ്പം फैज पाने वालों के ഇപ്രകാരം ദുആ ചെയ്യുക, അള്ളാഹുവേ, लिए हिस्सा दे। നീ എപ്പോഴും നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങളെ വെക്കണമേ. ऐसा ये हिस्सा हो നോമ്പ് മുഖേന നോമ്പുകാർക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന പരിവർത്തനം അള്ളാഹുവെ ഞങ്ങളിലും ഉണ്ടാക്കണമേ. ഈ പരിവർത്തനം और तहलील ऐसी है ജീവിതം മുഴുവൻ ഞങ്ങൾക്ക് അനുഗ്രഹം കരസ്ഥമാക്കുന്നതാക്കി മാറ്റണമേ. പറയുന്നു, നിങ്ങളുടെ ഈ സ്തുതിയും പരിശുദ്ധിയെ വാഴ്ത്തലും ഏകത്വ പ്രഖ്യാപനവും खुदा ताला के എല്ലാം कामिल പൂർണ്ണമായും ദൈവത്തിൽ വിലയം പ്രാപിക്കുന്ന അവസ്ഥ സംജാതമാക്കുന്നതാണ്, തബത്തുൽ കരസ്ഥമാക്കുന്നതാണ്. തബത്തുൽ ഇലല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രീതിക്കായി എല്ലാവിധ ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്നും വിച്ഛേദനം കരസ്ഥമാക്കുക എന്നതാണ്. അള്ളാഹുവിനോട് പൂർണ്ണ കൂറ് പുലർത്തിക്കൊണ്ട് ബന്ധം നിലനിർത്തുക. हासिल होगा തുടർന്ന് പറയുന്നു, ഭൗതിക വിച്ഛേദനം ഇൻഖിതാ ഇത് മുഖേന കരഗതമാകുന്നതാണ്. ഭൗതികമായ എല്ലാ വിനോദങ്ങളിൽ നിന്നും തങ്ങളെ അകറ്റി നിർത്തുക. അള്ളാഹുവിന്റെ ആരാധനയിൽ പൂർണ്ണമായും ശ്രദ്ധ ചെലുത്തുക. ഇങ്ങനെയാകുമ്പോഴാണ് അള്ളാഹു പറഞ്ഞ ലക്ഷ്യം കരസ്ഥമാക്കുന്നവരായി നാം മാറുന്നത്. അതായത് നോമ്പുകാരൻ കരസ്ഥമാക്കുന്നവനായി മാറുന്നതാണ്. അതുകൊണ്ട് 2 ദിവസമായി തുടങ്ങിയ ഈ റമളാൻ कि इसके लिए 29-30 ദിവസം വരെ പോകുന്നതാണ്. ഇതിന്റെ ലക്ഷ്യം हक अदा करने की भी जरूरत മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴേ ഫലപ്രദമായി ഇത് തീരുകയുള്ളൂ. ഈ ലക്ഷ്യം വളരെ വലുതാണ്. मखलूक का അതിനായി കഠിന പ്രയത്നം അനിവാര്യമാണ്. क्योंकि इन सब की നോമ്പിന്റെ കടമകളും നിറവേറ്റണം. ही तकवा है അതേപോലെ മറ്റുള്ള ആരാധനകളുടെ കടമകളും നിറവേറ്റാൻ ശ്രമിക്കണം. कि जैसा അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കടമകളും നിറവേറ്റണം. ഈ കടമകളെല്ലാം നിറവേറ്റുന്നതിന്റെ പേരാണ് തഖ്വ. ताला की बताई हुई पाबंदी ഞാനൊരു സുഹൃത്തിന്റെ സംഭവം रसूल के लिए थी, കേൾപ്പിച്ചിരുന്നു. छोड़कर जाहिरी दुनिया മുമ്പുള്ള മതക്കാർ അവരുടെ മതകർമ്മങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി അവൻ പറഞ്ഞ നിബന്ധനകളെ
അവർ ഉപേക്ഷിച്ചുകൊണ്ട് ഭൗതിക മര്യാദകൾക്ക് പ്രാധാന്യം നൽകി. उन तक पहुंचा था, उसकी रूह को भी छोड़ दिया। ഏതു രീതിയിൽ നോമ്പെടുക്കണമെന്ന് അവരോട് നിർദ്ദേശിക്കപ്പെട്ടുവോ അതല്ലെങ്കിൽ और जिसका मकसद അവർക്ക് तकवा में तरक्की മനസ്സിലായ നോമ്പെടുക്കേണ്ട രീതിയുടെ ആത്മാവിനെ പോലും അവർ ഉപേക്ഷിച്ചു കളയുകയുണ്ടായി. भी एक किस्म का ഒരു ആരാധനയായ നോമ്പ്, के बज़ाहिर दुनियावी अखलाक അതിന്റെ ലക്ഷ്യം തഖ്വയും ദൈവപ്രീതിയും കരസ്ഥമാക്കലാണ്. അതെല്ലാം അവർ ഉപേക്ഷിക്കുകയുണ്ടായി. के हुक्म को ഭൗതികമായ മര്യാദയുടെ പേരിൽ ആതിഥേയന്റെ പേരും പറഞ്ഞ് അള്ളാഹുവിന്റെ കൽപ്പനയെ ലംഘിക്കുക എന്നതും ശിർക്കാണെന്ന് സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നതാണ്. और शिर्क गालिब आ जाता है। അള്ളാഹുവിനെ വിട്ട് फरमाया कि रोजे तुमसे ആർക്ക് നാം പ്രാധാന്യം നൽകിയാലും गुजरे उनको भी फर्ज थे, അത് മുഖേന तुम्हारे लिए खास नहीं। അള്ളാഹുവിന്റെ അസ്തിത്വം പിന്തള്ളപ്പെടുന്നു. दीनी लिहाज से पहली ഷിർക്ക് അതിനെ കീഴ്പ്പെടുത്തുന്നു. പറയുന്നു, നിങ്ങൾക്ക് മുമ്പ് के हुक्म की रूह को भूल गए। കഴിഞ്ഞുകടന്നവർക്ക് നോമ്പ് നിർബന്ധമായിരുന്നു. ഇത് നിങ്ങൾക്ക് മാത്രമുള്ള കൽപ്പനയല്ല. എന്നാൽ മതപരമായി मानों को इसमें മുമ്പുള്ള സമൂഹത്തിന്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുന്നു. मुसलमान അവർ അള്ളാഹുവിന്റെ കൽപ്പനയുടെ ആത്മാവിനെ മറന്നുപോയി. समझने और तवज्जो വെറും കാണിക്കാൻ വേണ്ടി മാത്രം ആരാധനകൾ ഒതുങ്ങിപ്പോയി. देने ഈ ഉദാഹരണത്തിലൂടെ മുസ്ലിങ്ങൾക്ക് നൽകുന്ന ഒരു പാഠം, നോമ്പിന്റെ ആത്മാവിനെ മനസ്സിലാക്കാതെ करते हैं അള്ളാഹുവിൽ വിലയം പ്രാപിക്കുന്ന കാര്യത്തിലേക്ക് മുന്നേറാത്ത, जैसे पहलों के थे। നോമ്പിൽ സ്തുതിയിലും ദൈവസ്മരണയിലും ശ്രദ്ധിക്കാത്ത, തങ്ങളുടെ നമസ്കാരങ്ങൾ ശ്രദ്ധിക്കാത്ത, തങ്ങളുടെ നോമ്പിൽ മാത്രം അഭിമാനം കൊള്ളുന്ന മുസ്ലിങ്ങളോട് പറയുന്നത്, बाज नाम ने हाथ അവരുടെ നോമ്പ് മുമ്പുള്ള മതക്കാർ ഇപ്പോൾ വെക്കുന്ന നോമ്പ് പോലെ വെറും നോമ്പ് മാത്രമായി തീരുന്നതാണ്. തഖ്വയെക്കുറിച്ച് ശ്രദ്ധയില്ലെങ്കിൽ മുമ്പുള്ള മതങ്ങളെ വിശ്വസിച്ചവരുടെ അതേ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങളുടെയും അവസ്ഥ. ചില നാമധാരികളായ പണ്ഡിതർ നിർബന്ധ നോമ്പുകൾ കൂടാതെ നഫലായ ഐച്ഛിക നോമ്പുകളും എടുക്കാറുണ്ട്. അതുപോലും അവർ പുറത്തു പറയുന്നു. നഫൽ എന്നത് പൊതുവിൽ മറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആരാധനകളാണ്. मेजबान खातर मदारत करने അങ്ങനെയുള്ളവരെ കുറിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്, അതിഥികൾ വന്നാൽ ഭക്ഷണം വരുത്തി ഇതിനു ശേഷം പറയും, നിങ്ങൾ ഭക്ഷണം കഴിക്കുക, എനിക്കിപ്പോൾ പറ്റില്ല. അതേപോലെ ഭക്ഷണ സമയത്ത് ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലും. അതിഥേയർ അവരെ സൽക്കരിക്കാൻ തുടങ്ങിയാൽ പറയും, വേണ്ട വേണ്ട, എനിക്ക് തിന്നാനും കുടിക്കാനും പറ്റില്ല, ഒരു പ്രശ്നമുണ്ട്. അതായത് വളച്ചൊടിച്ച് തന്റെ നോമ്പിനെ പ്രദർശിപ്പിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ചില റമദാനിൽ നോമ്പിന്റെ ദൈർഘ്യം എടുത്തു പറഞ്ഞ് നടക്കാറുണ്ട്. फिर अपनी बुजुर्गी जताने ചൂടുകാലമായതിനാൽ ഇപ്പോൾ പകൽ കൂടുതലാണ്, അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കും. बहुत मामूली ഇവർ ആവശ്യത്തിൽ കൂടുതൽ നോമ്പിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. शक बाज दफा ചിലർ തങ്ങളുടെ ഭക്തി പ്രദർശിപ്പിക്കാനായി താൻ അത്താഴം കഴിച്ചതും बनावट नहीं നോമ്പ് തുറന്നതും ഇത്ര കുറച്ച് ഭക്ഷണം കൊണ്ടാണ് എന്ന് വെളിപ്പെടുത്തും. അത്താഴം കുറച്ചാണ് കഴിച്ചത്, നോമ്പ് തുറക്കുമ്പോഴും വളരെ കുറച്ചാണ് കഴിച്ചത് എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞ് ഇവർ അത് പ്രകടിപ്പിക്കും. ചില സന്ദർഭങ്ങളിൽ ഇത് നാം അറിയാതെ പറഞ്ഞു പോകാറുണ്ട്. അതിൽ ഇതെല്ലാം പ്രദർശിപ്പിക്കണം എന്ന ഉദ്ദേശമൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ചിലർ വിവിധ കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയും. അവരുടെ നോമ്പിന്റെ മഹത്വം കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണവും മറ്റുള്ളവരിൽ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. നാമധാരികളായ പണ്ഡിതവർഗത്തിലെ ചിലർ, ജമാഅത്തിന് പുറത്തുള്ളവർ, ദീനിനോടുള്ള വേദന പ്രകടിപ്പിച്ചുകൊണ്ട് ഭക്ഷണം കുറച്ചു കഴിക്കുന്നു എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെയുള്ള ഒരു പണ്ഡിതന്റെ സംഭവം നമ്മുടെ ഒരു അനഹ്മദി സുഹൃത്ത് കേൾപ്പിക്കുകയുണ്ടായി. അവരുടെ ഒരു പണ്ഡിതൻ നല്ല പ്രഭാഷകനായിരുന്നു, ജമാഅത്തിനെതിരെ വളരെ ശക്തമായി പ്രഭാഷണം നടത്തുന്ന വ്യക്തിയായിരുന്നു. ആ പണ്ഡിതൻ അയാളുടെ അടുത്ത്, ആ അനഹ്മദി സുഹൃത്തിന്റെ അടുത്ത് പോയി താമസിച്ചു. ആ അനഹ്മദി സുഹൃത്ത് ഈ പണ്ഡിതന്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം പണ്ഡിതനെ നല്ലപോലെ സൽക്കരിച്ചു. പ്രാതലിന് പോലും കോഴിക്കറിയെല്ലാം തയ്യാറാക്കി. അദ്ദേഹം പറയുന്നു, ഈ പ്രഭാഷകനായ വ്യക്തി ആ സമയത്തും 3 ചിക്കൻ റോസ്റ്റ് കഴിക്കുകയുണ്ടായി. शुरू ही इस
ഇവർ ഈ പണ്ഡിതന്മാർ ഏതായാലും നല്ല തീറ്റപ്രിയരാകും. इस दीन के खादिम ഏതായാലും ഇതിനുശേഷം ഒരു യോഗം നടക്കാൻ പോവുകയായിരുന്നു. ഇദ്ദേഹത്തിന് യോഗത്തിന് പ്രസംഗമുണ്ടായിരുന്നു. അവിടെ ചെന്ന് ജനങ്ങളിൽ തന്റെ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് ഇപ്രകാരമാണ്: सामने बैठा हुआ ഈ ദീനിന്റെ സേവകൻ. सामने ये कह रहे हैं ഇദ്ദേഹം സയ്യിദ് കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. പ്രവാചകന്റെ പരമ്പരയിലുള്ള ഈ ഞാൻ ഈ ദീനിനോടുള്ള വേദന കൊണ്ട് രാവിലെ മുതൽ ഒരു മണി വെറ്റുപോലും കഴിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ നമ്മുടെ അനാഥബി സുഹൃത്ത് പറയുകയാണ്, ഞാൻ മുമ്പിലിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് കോഴിയുടെ 3 പ്ലേറ്റ് റോസ്റ്റ് തട്ടി വന്ന വ്യക്തിയാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഏതായാലും ആ പണ്ഡിതനും പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ്. കാരണം ചോറിന്റെ ഒരു മണി പോലും അദ്ദേഹം തിന്നിട്ടില്ല. बल्कि दिखावे के लिए होते हैं 3 കോഴിയെയാണ് തിന്നത്. ഏതായിരുന്നാലും തങ്ങളുടെ ദീനിനോടുള്ള വേദനയും നോമ്പാകുന്ന ആരാധനയുമെല്ലാം ദൈവപ്രീതിക്കായി ചെയ്യാത്ത പല മുസ്ലിങ്ങളുമുണ്ട്. അവയെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനായി മാത്രം ചെയ്യുന്നു. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ ഓരോ ആരാധനയുടെയും ഉദ്ദേശം തഖ്വ കരസ്ഥമാക്കുക എന്നതായിരിക്കണം. अगर रोजों के നിങ്ങളുടെ ആരാധനകൾ വെറും ബാഹ്യമായ പ്രകടനത്തിനാണെങ്കിൽ മുമ്പുള്ളവർക്ക് ഇങ്ങനെയുള്ള പ്രകടനം കൊണ്ട് ഒരു നേട്ടവും ലഭിച്ചില്ല, നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. നോമ്പ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങളിൽ अल्लाह के यहाँ किसी സ്വാധീനം ഇടുകയാണ് എന്നാണെങ്കിൽ അത് കാരണം അവർ സ്വാധീനിക്കപ്പെടുകയുണ്ടായി. അതാണ് നിങ്ങളുടെ പ്രതിഫലം. അത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ പക്കൽ ഇതിന് ഒരു പ്രതിഫലം ഉണ്ടാകുകയില്ല. അള്ളാഹുവിന്റെ പക്കൽ വല്ല നന്മയുടെയും പ്രതിഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നോമ്പിനുള്ള പ്രതിഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത് തഖ്വ ലഭിക്കാതെ കരഗതമാകുന്നതല്ല. തഖ്വയെക്കുറിച്ച് അള്ളാഹുവിന് മാത്രമേ ശരിക്കും വിധി പറയാൻ കഴിയുകയുള്ളൂ. തഖ്വയിൽ ചരിക്കുന്നവർ ആരാണെന്നും മറ്റും അവനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസി ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് തന്റെ റമളാൻ കഴിച്ചുകൂട്ടുമ്പോൾ जारी रहने का जरिया हूँ ഈ നോമ്പ് ദൈവപ്രീതി കരസ്ഥമാക്കുന്നതിനായി മാറുന്നതാണ്. के बारे में ഈ നോമ്പ് हजरत सल्लल्लाहु ആത്മശുദ്ധി കൈവരിക്കുന്നതായി മാറുന്നതാണ്. ईमान ഭാവിയിൽ നന്മ ചെയ്യുന്നതിന് करते हुए ഇത് കാരണമായി തീരുന്നതാണ്. അങ്ങനെയുള്ള വ്യക്തികൾ हालत और अपना मुहासबा തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രത്യേക ഗണത്തിൽ ഉൾപ്പെടുന്നതാണ്. फिर खुदा ताला ने ആ ഗണത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വിശ്വാസത്തോടും ആത്മപരിശോധന ചെയ്തും കൊണ്ടും ആരാണോ റമളാനിലെ നോമ്പ് അനുഷ്ഠിക്കുന്നത് അവരുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ये रोजा रखे അള്ളാഹു പറയുന്നു, उसका अजर നോമ്പ് എനിക്ക് വേണ്ടിയാണ് എടുക്കുന്നത്, ഞാൻ അങ്ങനെയുള്ള നോമ്പുകാരന്റെ പ്രതിഫലമായി മാറുന്നു. ദൈവപ്രീതി കരസ്ഥമാക്കുന്നതിനായി നോമ്പെടുക്കുന്ന വ്യക്തിയുടെ പ്രതിഫലം എന്ത് നൽകണം എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹു ദയാലുവാണ്. അവൻ നൽകുമ്പോൾ വളരെ കൂടുതലായി നൽകുന്നു. ചുരുക്കത്തിൽ ഈ വിധത്തിലുള്ള നോമ്പാണ് നാം ഓരോരുത്തരും പിടിക്കേണ്ടത്. അതല്ലാതെ इस रौ में बेहतर റമദാനിൽ रोजे रखे जाएं। सिर्फ सुबह से शाम तक സൃഷ്ടിക്കപ്പെട്ട അന്തരീക്ഷത്തിൽ ഒരാചാരം എന്ന നിലയിൽ നോമ്പെടുക്കലല്ല. കാരണം ഈ നാളുകളിൽ എല്ലാവരും അത്താഴത്തിന് എഴുന്നേൽക്കുകയും വൈകുന്നേരം നോമ്പ് തുറക്കാൻ ഒത്തൊരുമിക്കുകയും ചെയ്യുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ जो हर शर से बचाने പട്ടിണി കിടക്കുക എന്നത് മാത്രം നോമ്പിന്റെ ലക്ഷ്യമാകാതിരിക്കട്ടെ. മറിച്ച് തഖ്വയെ അന്വേഷിക്കുക, അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ ശ്രമിക്കുക, जिक्र इलाही के साथ പരിചയായിത്തീരുന്ന നോമ്പാക്കി തീർക്കുക. എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കുന്നതും എല്ലാ നന്മകളും സ്വായത്തമാക്കാൻ കഴിയുന്നതുമായ നോമ്പാക്കി മാറ്റുക. പകൽ പട്ടിണിയിൽ മാത്രം കഴിച്ചുകൂടാതെ ദൈവസ്മരണയിൽ മുഴുകുന്നതും രാത്രികളിൽ ലഫലുകളാൽ നിറക്കുന്നതുമായ നോമ്പാക്കി മാറ്റുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ നഫലുകൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പറയുന്നു, ആരാണോ റമളാനിലെ രാത്രിയിൽ എഴുന്നേറ്റ് നഫൽ നമസ്കരിക്കുന്നത് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നോമ്പ് तस्लीम करते हैं साइंसदान തിന്മകളിൽ നിന്നും രക്ഷപ്പെട്ട് ആത്മീയത വളർച്ചയ്ക്ക് മാത്രം ഉപയോഗിക്കുന്നതല്ല, മറിച്ച് ഭൗതിക ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതും के लिए मुफीद है। तो ये
ഭൗതിക ഗുണങ്ങൾ നൽകുന്നതും കൂടിയാണ്. ഉദാഹരണം, बस नियत अल्लाह ताला की रजा हो ഒരു ഭൗതിക तो जिस्मानी फायदा നേട്ടത്തെ ഇപ്പോൾ ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരിൽ ചിലരും സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് വർഷത്തിൽ ഒരു മാസം ഭക്ഷണത്തിലുള്ള നിയന്ത്രണം മനുഷ്യ ശരീരത്തിന് വളരെ ഫലപ്രദമാണ്. മനുഷ്യ ശരീരത്തിന് ലഭിക്കുന്ന ഒരു നന്മയാണിത്. അള്ളാഹുവിന്റെ പ്രീതിയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഭൗതിക നേട്ടങ്ങളും ഒപ്പത്തിനൊപ്പം ലഭിക്കുന്നു. ഇതല്ലാതെ മറ്റു പല നേട്ടങ്ങളും ലഭിക്കുന്നതാണ്. നോമ്പ് തക്കവ കരസ്ഥമാക്കുന്നതിനായി വെക്കുമ്പോൾ തക്കവ സ്വയത്തമാക്കുന്നതിൽ കഴിച്ചുകൂട്ടുന്ന റമളാൻ സമൂഹത്തിന്റെ സൗന്ദര്യത്തിനും കാരണമായി തീരുന്നു. മറ്റുള്ളവർക്ക് ത്യാഗം ചെയ്യാനുള്ള ആത്മാവുണ്ടാകുന്നു. നമ്മുടെ പാപങ്ങളായ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലേക്ക് ഇത് ശ്രദ്ധ തിരിക്കുന്നു. ഇതും അനിവാര്യമായ കാര്യം തന്നെയാണ്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് റമളാൻ മാസത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനധർമ്മങ്ങൾ ശക്തമായ കാറ്റ് വീശുന്നത് പോലെ ചെയ്തിരുന്നു എന്നാണ്. അതുകൊണ്ട് ഈ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും ഒരു വിശ്വാസിയുടെ കടമയാണ്. തീർച്ചയായും ഇത് സമൂഹത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളെ ദൂരീകരിക്കാൻ കാരണമാകുന്നതാണ്. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ മറ്റൊരു വിശ്വാസിക്ക് വേണ്ടി, തന്റെ ആവശ്യക്കാരനായ സഹോദരന് വേണ്ടി സ്നേഹവികാരം അലതല്ലേണ്ടതാണ്. शुक्रगुजारी അള്ളാഹുവിന്റെ के जज्बात पैदा करने का बायस बनता है। പ്രീതിക്കായി നോമ്പെടുക്കുന്ന ധനികനായ ഒരു സുഹൃത്തിനോട് സ്നേഹവും നന്ദിയും ഒരു ദരിദ്രനായ വിശ്വാസിൽ ഉണ്ടാകുന്നതിന് ഇത് കാരണമായി തീരുന്നതാണ്. ये नहीं होती कि दूसरों पर इजहार हो, തഖ്വ സ്വായത്തമാക്കാനുള്ള നോമ്പാണെങ്കിൽ, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ അതിൽ കഠിനാധ്വാനത്തിനുള്ള ശീലം ഉണ്ടായിത്തീരുന്നു. അത്താഴത്തിലും ഇഫ്താരിയിലും ഭക്ഷണം കുറച്ചു കഴിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനായിട്ടല്ല, മറിച്ച് ഭൗതിക ഭക്ഷണം കുറച്ച് ആത്മവിശുദ്ധി കരസ്ഥമാക്കുന്നതിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. കുറച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ക്ഷീണിച്ചു പോകുമോ എന്ന് ചിന്തിക്കുന്നവർ അത്താഴത്തിലും നോമ്പ് തുറക്കുമ്പോഴും വളരെ കൂടുതൽ കഴിക്കുന്നവരും ഇതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതാണ്. തങ്ങളുടെ ഭക്ഷണം അവർ നിയന്ത്രിക്കണം. रोजेदार को ഫിത്നയും കുഴപ്പവും ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും इन्हीं सायों में പിണക്കവും मैं रोजेदार हूँ, ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാനും സാധ്യതയുള്ള സ്ഥലങ്ങളിലും तकवा के रास्तों की निशानदेही फरमाई है। നോമ്പുകാരൻ അനുവർത്തിക്കേണ്ട രീതിയെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് വേണ്ടത്. तुमने अपने आप को ഇതിലെല്ലാം തഖ്വയുടെ മാർഗങ്ങൾ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. നോമ്പിന്റെ കടമകൾ നിറവേറ്റാനും തഖ്വ സ്വായത്തമാക്കാനും തങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടതും അനിവാര്യമാണ്. झूठ और गलत बयानी से ही പ്രശ്നങ്ങളിൽ നിന്നും कि रोजे का നാം നമ്മെ രക്ഷപ്പെടുത്തണം. बस रोजेदार की അപ്പോഴാണ് നോമ്പ് കൊണ്ടുള്ള ഫലം കരസ്ഥമാകുന്നത്. പരദൂഷണത്തിൽ നിന്നും സ്വയം രക്ഷിക്കണം. गलत इस्तेमाल से रुकना भी जरूरी है। കളവ് പറയുന്നതിൽ നിന്നും തെറ്റായ വിവരങ്ങൾ നൽകുന്നതിൽ നിന്നും സ്വയം രക്ഷിക്കണം. അപ്പോഴാണ് നോമ്പിന്റെ ലക്ഷ്യം പൂർത്തിയാവുക. നോമ്പുകാരൻ തന്റെ നാവിനെ തെറ്റായ വിവരങ്ങൾ നൽകുന്നതിൽ നിന്നും തടയേണ്ടതാണ്. तकवा के हसूल के लिए जरूरी है फिर आइंदा തന്റെ നാവിനെ जिंदगी में भी बहुत सी ഒരു മാസം വരെ और गलतियों से बचाने നിയന്ത്രിക്കുകയും തെറ്റായ വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് തടയുകയും मुस्तकिल मिजाजी से इस एक महीने ഭാവിയിൽ बुराइयों से परहेज करने की आदत पड़ती है। വിവിധ തെറ്റുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുന്നതായി തീരുന്നതാണ്. ഒരു മാസം തിന്മയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ की तलाश की आदत पड़ जाती है। തഖ്വയിൽ സ്ഥിരമായി ചരിക്കാനുള്ള ശീലം ഉണ്ടായിത്തീരുന്നതാണ്. वरना सिर्फ साल में एक महीना नेकियों के अमल और अल्लाह ताला തഖ്വ അന്വേഷിക്കുന്ന ശീലം ഉണ്ടായിത്തീരുന്നതാണ്. ഈ ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നോമ്പ് കൊണ്ടും റമളാൻ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ വർഷത്തിൽ ഒരു മാസം മാത്രം നന്മ ചെയ്യുകയും ദൈവപ്രീതി കരസ്ഥമാക്കാനുള്ള പരിശ്രമം നടത്തുകയും എന്നാൽ 11 മാസവും തന്നിഷ്ടം പ്രവർത്തിക്കുകയും തിന്മയിൽ മുഴുകുകയും ചെയ്യുക എന്നതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും
ഈ മാസം ഒരാത്മപരിശോധന നടത്തിക്കൊണ്ട് റമദാന്റെ ആത്മാവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. उसे अपने अंदर തഖ്വയുടെ മാർഗം അന്വേഷിക്കേണ്ടതാണ്. അനുവദനീയമായതും നല്ലതുമായ വസ്തുക്കൾ തന്നെയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം गरीब भाइयों की मदद की तरफ जो तवज्जो पैदा ഉപേക്ഷിക്കുവാനുള്ള പരിശീലനം जिंदगी का നമ്മിൽ സ്വഭാവ സംസ്കരണത്തിന് ശ്രമിക്കുന്നതിനുള്ള കാരണമായി തീരണം. बस സൃഷ്ടികളുടെ കടമകൾ നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധയുണ്ടാകുമ്പോൾ, इबादत ദരിദ്ര സഹോദരങ്ങളെ സഹായിക്കുന്നതിലേക്ക് ശ്രദ്ധയുണ്ടാകുമ്പോൾ, खास माहौल അതിനെ ജീവിതമുടനീളം ശ്രദ്ധിക്കുന്നതാക്കി മാറ്റാനായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. റമദാനിൽ ഇബാദത്തുകളുടെയും ത്യാഗങ്ങളുടെയും ഒരു പ്രത്യേക അന്തരീക്ഷം इस रमजान में സൃഷ്ടിക്കപ്പെടുന്നു. तमाम അതിനെ സ്ഥിരമായി നിലനിർത്താൻ ശ്രമിക്കണം. അങ്ങനെ हासिल करने की മുത്തഖീങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നവരിലേക്ക് ഗമനം ചെയ്യുന്നവരായി നാം മാറട്ടെ. ഈ റമദാനിൽ നമ്മുടെ സർവ കഴിവും ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. कोशिश करनी चाहिए റമദാനിൽ महीने में സ്വർഗ കവാടങ്ങൾ അള്ളാഹു തുറന്നിടുന്നു എന്നത് അള്ളാഹു നമ്മോട് ചെയ്യുന്ന ഒരു ഔദാര്യമാണ്. दरवाजों നരക കവാടങ്ങൾ അടക്കുകയും ചെയ്യുന്നു. ഈ മാസത്തിൽ जन्नत के इन दरवाजों ഇബാദത്തുകളും जन्नत में ആത്മപരിശുദ്ധിയും फिर हमेशा खुले रहें। സൃഷ്ടികളോടുള്ള കടമകളും നിറവേറ്റിക്കൊണ്ട് तौबा और इस्तिग़फ़ार करते സ്വർഗത്തിന്റെ ഈ കവാടങ്ങളിലൂടെ किस्मतों में शामिल हो जाएं। സ്വർഗത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കേണ്ടതാണ്. अल्लाह ताला को അത് പിന്നീട് എപ്പോഴും തുറന്നു തന്നെ കിടക്കുന്നതായി തീരട്ടെ. അള്ളാഹുവിന്റെ മുമ്പിൽ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്തുകൊണ്ട് കുമ്പിടുക. തൗബ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു സന്തുഷ്ടനാകുന്ന ദാസരിൽ ഉൾപ്പെടുന്നവരായി നാം മാറട്ടെ. और अल्लाह ताला തൗബ ചെയ്ത് മടങ്ങുന്ന വ്യക്തിയെ കാണുമ്പോൾ കളഞ്ഞുപോയ തന്റെ പിഞ്ചോമനയെ ലഭിക്കുന്ന മാതാവിനേക്കാളും അള്ളാഹു സന്തോഷവാനാകുന്നു. मिल जाने से ज्यादा അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരും लेकिन जैसा कि इसका पहले ഈ റമദാനിൽ कि अल्लाह ताला കളഞ്ഞുപോയ പിഞ്ചോമനെ ലഭിക്കുമ്പോൾ हमें तकवा മാതാവിനുണ്ടാകുന്ന സന്തോഷത്തെക്കാളും കൂടുതൽ സന്തോഷം അള്ളാഹുവിന് നൽകുന്നവരായി നാം മാറട്ടെ. इनके मयार അള്ളാഹുവിന് സന്തോഷം നൽകാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് തഖ്വയെ ചരിച്ചുകൊണ്ട് ഫർളുകളും अदायगी की നഫലുകളുമാകുന്ന ആരാധനകളുടെ നിലവാരം ताला നമുക്ക് ഉയർത്തേണ്ടിയിരിക്കുന്നു. अपने फजल से നമ്മുടെ നോമ്പിന്റെ കടമകൾ നിറവേറ്റാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. की तौफीक अता फरमाए। സൃഷ്ടികളുടെ കടമ നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു തന്റെ ഫضل ഒന്നുകൊണ്ട് മാത്രം ഇതെല്ലാം ഈ റമദാനിൽ കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. कुछ जनाजे ही पढ़ाऊंगा जिसमें हाजिर और गायब दोनों हैं। जनाजा हाजिर जो है ये आ चुका है। ജുമാ നമസ്കാരത്തിന് ശേഷം ഹാളിറും ഗായിബുമായ ജനാദ നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുന്നതാണ്. ജനാസ ഹാളിർ വന്നിട്ടുണ്ടോ? ये इरफाना शकूर साहिब अहलिया डॉक्टर मियां अब्दुल शकूर साहब का है जो 9 जुलाई 2013 को मुख्तसर इलालत के बाद 62 साल की उम्र में वफात पा गई। इन्ना लिल्लाहि व इन्ना इलैहि राजिऊन। आप मुकरम शेख ज़िकाउल्लाह साहब की बेटी थी। ഇർഫാന ഷുക്കൂർ സാഹിബയുടേതാണ്. ഡോക്ടർ മിയ അബ്ദുൽ ഷുക്കൂർ സാഹിബിന്റെ ഭാര്യയാണ്. 2013 ജൂലൈ 9-നാണ് കുറച്ചു ദിവസം രോഗശയ്യയിൽ കിടന്ന് 62-ാം വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഷെയ്ഖ് അത്തഉല്ലാ സാഹിബിന്റെ മകളാണ്. മുസ്ലിം മൗദിന്റെ കയ്യിലാണ് അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. ജമാഅത്തിലെ പ്രസിദ്ധമായ ഒരു കുടുംബത്തിലാണ് പരേതയുടെ വിവാഹം നടന്നത്. മുൻഷി അബ്ദുൽ അസീസ് സാഹിബ് ഓജനവി റളിയല്ലാഹു തആല അൻഹു അവരുടെ ഭർത്താവിന്റെ മാതൃപിതാവ് ഹദ്റത്ത് മൗലവി മുഹദ്ദീൻ സാഹിബ് മുൻ സദർ അഞ്ജുമൻ അഹമ്മദിയ ഹദ്റത്ത് റഹ്മത്ത് അലി സാഹിബ് എന്നിവർ സഹാബിമാരായിരുന്നു. मरहूमान बहुत नेक साले റഹ്മത്ത് അലി സാഹിബ് സഹാബിയാണ്. ഇന്തോനേഷ്യയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. अपनी फैमिली और बच्चों ഇവരെല്ലാം ഭർത്താവിന്റെ ബന്ധുക്കളാണ്. रखने की नसीहत किया करती थी। मूसिया थी। बस
പരേത സ്വാത്തുകയും ജമാഅത്തിന് സേവനം ചെയ്യുന്ന വനിതയുമായിരുന്നു. കൃത്യമായി നമസ്കരിക്കുന്നവരും തന്റെ പ്രദേശത്തെ ജനപ്രിയ സേവകയുമായിരുന്നു. തന്റെ കുടുംബത്തെയും കുട്ടികളെയും എപ്പോഴും ജമാഅത്തിനോടും ഖിലാഫത്തിനോടും ബന്ധപ്പെട്ട് നിൽക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. മൂസിയ ആയിരുന്നു. ഭർത്താവ് കൂടാതെ 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമുണ്ട്. ഒരു മകൻ ഡോക്ടർ ഉമർ അഹമ്മദ് സാഹിബ് 2010 മെയ് 28 ലാഹോർ ദാറുദ്ദിക്റിൽ ഷഹിയാദത്തിന്റെ സൗഭാഗ്യം ലഭിച്ചു. രണ്ടാമത്തെ ജനാസ ഒരു കുട്ടിയുടേതാണ്. അസീസ മലിഹ അഞ്ചും ബഷീർ അഹമ്മദ് അഞ്ചും സാഹിബിന്റെ മകളാണ്. ജൂലൈ 9 ഒരു ദീർഘകാലം രോഗശയിൽ കടന്ന ശേഷം വഫാത്തായി. 5 വയസ്സായ കുട്ടിയാണ്. ഇന്നാലില്ലാഹി റാജൂൻ വഖഫേന കുട്ടിയാണ്. ഗായിബ് നമസ്കാരം ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ കരീം ശർമ്മ സാഹിബിന്റേതാണ്. കുറച്ചാഴ്ചകൾ മുമ്പാണ് അദ്ദേഹം വഫാത്തായത്. അദ്ദേഹത്തിന്റെ മറവ് ചെയ്യൽ കർമ്മവും നടന്നിട്ടുണ്ട്. 1918 മെയ് 26 ഖാദിയാനിൽ ജനിച്ചു. ഷെയ്ഖ് അബ്ദുറഹീം ശർമ്മ സാഹിബ് റളിയല്ലാഹു തആല അൻഹു സഹാബിയായിരുന്നു. പിതാവ് ഹിന്ദുവിൽ നിന്നും മുസ്ലിം ആയ വ്യക്തിയാണ്. കൃഷ്ണൻലാൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. 1904 ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്ത് ഇസ്ലാമിൽ പ്രവേശിച്ചു. ഇദ്ദേഹത്തിന്റെ മാതാവ് ആയിഷ ബീഗം സാഹിബയാണ്. ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹു ആണ് പോറ്റി വളർത്തിയത്. ഇവരുടെ മാതാവ് ഹസ്രത്ത് മുസ്ലിമ റളിയല്ലാഹു തആല അൻഹു, മിർസ ഷരീഫ് അഹമ്മദ് സാർ റളിയല്ലാഹു തആല അൻഹു എന്നിവരുടെ കുട്ടികൾക്ക് മൂലയൂട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതൃ മാതാവിനും ഇസ്ലാം സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകി. അവരും ഹിന്ദു ആയിരുന്നു. മലി അബ്ദുൽ കരീം ശർമ്മ സാഹിബിന്റെ മാതൃപിതാവ് ഹദ്റത്ത് കറംദാസ് ഖാൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു സഹാബിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ മാതൃമാതാവ് സുൽത്താൻ ബിബി സാഹിബ ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബിന്റെ മുലവു കൂടി മാതാവായിരുന്നു. ഇവരുടെ 2 സഹോദര പുത്രന്മാർ ഷെയ്ഖ് പുരയിൽ ഷെയ്ഖ് മുസഫർ, ഷെയ്ഖ് മുബാറക് എന്നിവർ പാകിസ്ഥാനിൽ ഷഹാദത്ത് കൈവരിക്കാൻ സാധിച്ചു. ശർമ്മ സാഹിബ് അദ്ദേഹം അടിസ്ഥാന വിദ്യാഭ്യാസം ഖാദിയിൽ നിന്നും കരസ്ഥമാക്കി. മൗലവി ഫാസിൽ, മെട്രിക് എന്നിവർക്ക് ശേഷം ജാമിയ അഹമ്മദിൽ പ്രവേശിച്ചു. അൽ ഫസിൽ ഓഫീസിൽ പ്രവർത്തിക്കാനും അവസരങ്ങളിൽ സാധിച്ചു. 1939 ഖിലാഫത്ത് ജൂബിലി വേളയിൽ ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അബ്ദുൽ കരീം ശർമ്മ സാഹിബിനെ അഹമ്മദിയ പതാക സംരക്ഷിക്കാൻ നിയോഗിച്ച യുവാക്കളിൽ ഒരാളിൽ ഉൾപ്പെടുത്തി. 26-ാം വയസ്സിൽ തന്റെ ജീവിതം വഖഫ് ചെയ്തു. 3-4 വർഷം ബ്രിട്ടീഷ് ആർമിയിൽ ജോലി ചെയ്തു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഖാദിനിയക്ക് തിരിച്ചുവന്നു. ആഫ്രിക്കയിലേക്ക് പോകാൻ തയ്യാറായി. 1948 ജനുവരി മാസത്തിൽ 5 മുബല്ലിഗ്മാരുടെ സംഘത്തിൽ ഈസ്റ്റ് ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു. 29 വർഷം മൊത്തം അവിടെ സേവനം ചെയ്തിട്ടുണ്ട്. 1961 ഈസ്റ്റ് ആഫ്രിക്ക 3 രാഷ്ട്രങ്ങളായി വിഭജിക്കപ്പെട്ടപ്പോൾ യുഗാണ്ട അമീറും മിഷണറി ഇൻചാർജുമായി അദ്ദേഹം നിയമിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ 2 പ്രാവശ്യം അമീർ, മിഷണറി ഇൻചാർജ്, കീനിയ എന്നീ പദവികളിൽ അദ്ദേഹത്തിന് സേവനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. 1978 മുതൽ യുകെയിലായിരുന്നു. ഈ കാലയളവിൽ 10 വർഷം നാഷണൽ മജ്ലിസ് ആമിലയിൽ തബ്ലീഗ് സെക്രട്ടറി, തർബിയത്ത് സെക്രട്ടറി, വിവാഹ സെക്രട്ടറി എന്നീ സേവനങ്ങൾ അനുഷ്ഠിച്ചു. ശതവാർഷിക ജൂബിലി കമ്മിറ്റി, ബ്രിട്ടന്റെ ജൂബിലി പ്ലാനിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു. ഖിലാഫത്ത് തിരഞ്ഞെടുപ്പ് സമിതിയിലെ മെമ്പറായിരുന്നു. അദ്ദേഹം തന്റെ ഒരു ആത്മകഥയിൽ എഴുതുന്നു, ഈ സംഭവം ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ ആത്മാർത്ഥതയും പിതാവിന്റെ വികാരത്തെ മാനിക്കുന്നതിനെ കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ വികാരവും ഈ സംഭവത്തിലൂടെ പ്രകടമാണ്. ഞാൻ മദ്രസ അഹമ്മദിയയിൽ 4-ാമത്തെയോ 5-ാമത്തെയോ ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ചില കാരണങ്ങളാൽ എനിക്ക് മദ്രസയിൽ പഠിക്കുന്നതിൽ നിന്ന് താൽപര്യം കുറയുകയുണ്ടായി. മദ്രസ വിട്ട് ഹൈസ്കൂളിൽ പഠിക്കാൻ താൽപര്യം വന്നു. ആ ദിവസങ്ങളിൽ മൗലാന മുഹമ്മദ് ഇബ്രാഹിം സാഹിബ് ബക്കാപുരിയുടെ 2 മക്കൾ എന്റെ സഹപാഠികളായിരുന്നു. അവർ മദ്രസ വിട്ട് ഹൈസ്കൂളിൽ പ്രവേശിച്ചു. അത് കാരണം എനിക്കും ഹൈസ്കൂളിൽ പോകാൻ താൽപര്യമുണ്ടായി. എന്റെ ഈ ആഗ്രഹം 1-2 പ്രാവശ്യം എന്റെ പിതാവിനോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹം ശ്രദ്ധിച്ചില്ല.
ഒരു ദിവസം മുറ്റത്ത് അടുപ്പിനടുത്ത് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മറ്റു സഹോദരങ്ങളെ ഹൈസ്കൂളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്, എന്നെ എന്തിനാണ് മദ്രസയിൽ വിട്ടിരിക്കുന്നത്? അപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ ഹിന്ദുവിൽ നിന്നും മുസ്ലിം ആയതാണ്. ഇസ്ലാം എന്ന അനുഗ്രഹം എനിക്ക് നൽകി എന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. എന്നാൽ എനിക്ക് ഇസ്ലാമിന് വേണ്ടി ഒരു സേവനവും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതിൽ ഞാൻ വ്യസനിക്കുന്നു. എന്റെ മകൻ സേവനം ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കാരണമാണ് മദ്രസ അഹമ്മദിയിൽ ഞാൻ പ്രവേശിപ്പിച്ചത്. അങ്ങനെ നീ ദീനി അറിവ് കരസ്ഥമാക്കി ഇസ്ലാമിനെ സേവിക്കുവാൻ കഴിയുന്നവനായി മാറണം എന്നതാണ് എന്റെ ആഗ്രഹം. എന്നാൽ നീ പറയുന്ന മദ്രസ അഹമ്മദിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ്. ഇത് പറഞ്ഞു നെടുവീർപ്പിട്ടുകൊണ്ട് അദ്ദേഹം എഴുന്നേൽക്കുകയും അകത്ത് പോയി നമസ്കരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഏതൊരു വികാരത്തോടെയാണോ അദ്ദേഹത്തിന്റെ പിതാവ് സംസാരിച്ചിരുന്നത്, അദ്ദേഹത്തിന്റെ ആ വികാര നിർഭരമായ അവസ്ഥ എന്നെ സ്വാധീനിക്കുകയുണ്ടായി. രാത്രിയിൽ എനിക്ക് ഉറക്കം വന്നില്ല. പിതാവിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരുന്നു. രാവിലെ ഞാൻ ഇപ്രകാരം പ്രതിജ്ഞ ചെയ്തു, ഇനി പിതാവിന്റെ ആഗ്രഹപ്രകാരം മദ്രസയിൽ പഠനം തുടർന്നുകൊണ്ട് പോകുന്നതാണ്, ജീവിതം വഖഫ് ചെയ്യുകയും ചെയ്യുന്നതാണ്. മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ജീവിതം വഖഫ് ചെയ്യാൻ ആഹ്വാനം ചെയ്തപ്പോൾ ഒരു കത്തെഴുതി ഞാൻ അയച്ചു. എന്റെ വഖഫ് സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയും ചെയ്തു. ഇങ്ങനെ അദ്ദേഹം തന്റെ പിതാവിന്റെ ആഗ്രഹം പൂർത്തിയാക്കി. ദീനി സേവനത്തിനുള്ള താല്പര്യമുണ്ടായി. ചില മുബല്ലിഗുമാരെ കുറിച്ച് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല പറയുകയുണ്ടായി, നമ്മുടെ ചില മുബല്ലിഗുമാർ അവരിപ്പോൾ റബ്ബയുടെ തെരുവുകളിൽ നടക്കുന്നു. ഇവരെ ആരും ഇവിടെ ഗൗനിക്കുന്നില്ല. എന്നാൽ ഇവർ പുറം നാടുകളിൽ പോകുമ്പോൾ ആ നാട്ടിലെ പ്രസിഡന്റുമാരും മന്ത്രിമാരും ഇവരെ വന്ന് കാണുകയും വലിയ പരിപാടികളിൽ അവരെ വിളിക്കുകയും ചെയ്യുന്നു. അവരെ വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഈ ഗണത്തിൽ ഇദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. ഇത് പറഞ്ഞത് പള്ളിയിൽ വെച്ചാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കിനിയയിൽ തന്റെ സുഹൃത്തിന് ഒരു കത്തെഴുതിക്കൊണ്ട് അതിലെഴുതുന്നു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ എഴുതിയ കത്താണ്, ഞാൻ വെസ്റ്റ് ആഫ്രിക്കയിൽ 29 വർഷം നിന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും എന്നെ സേവനത്തിന് പറ്റാത്തവനും കഴിവില്ലാത്തവനുമായാണ് കണ്ടത്. രാത്രി 2 മണിക്ക് എന്റെ കണ്ണു തുറക്കും. എന്റെ കഴിവുകേടും പ്രാപ്തിയെക്കുറിച്ചും ആലോചിച്ചുകൊണ്ട് അസ്വസ്ഥനാകുമായിരുന്നു. അള്ളാഹുവിന്റെ സഹായത്തിനായി തേടും. അടുത്ത ദിവസത്തേക്കുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. എല്ലാ മുബല്ലിഗുമാരും ഈ രീതിയിൽ തങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരേണ്ടതാണ്. സേവനത്തിനുള്ള ആവേശം വേണം, താല്പര്യം വേണം, വേദന വേണം, ദുആ ചെയ്യുകയും വേണം. എല്ലാ മുബല്ലിഗുമാർക്കും കൂറ് പുലർത്തിക്കൊണ്ട് തങ്ങളുടെ വഖഫ് പൂർത്തിയാക്കാനും സേവനം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ശർമ്മ സാഹിബിന്റെ പദവി അള്ളാഹു ഉയർത്തട്ടെ. ഖാദിയാനിൽ വിഭജനകാലത്ത് കുഴപ്പങ്ങൾ ശക്തി പ്രാപിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ പിതാവും സഹോദരനും അവിടെ ആയിരുന്നു. തന്റെ പിതാവിനും സഹോദരനും അദ്ദേഹം ഇപ്രകാരം കത്തെഴുതി, നിങ്ങൾ അവിടെ ആയതിൽ ഭാഗ്യവാന്മാരാണ്. എന്റെ ഹൃദയവും ആഗ്രഹിക്കുന്നത് അവിടെ ആയിരുന്നെങ്കിൽ എന്നാണ്. അവിടെ ആരുടെയും ജീവൻ സുരക്ഷിതമായിരുന്നില്ല അന്ന്. ആര് ജീവിക്കും മരിക്കും എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അദ്ദേഹം എഴുതി, ദീനിന്റെ വഴിയിൽ ഷഹാദത്ത് വരിക്കുക എന്നത് വലിയ ഭാഗ്യമാണ്. ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് ആ ഷഹാദത്ത് ലഭിക്കുമായിരുന്നു. നിങ്ങൾ അവിടെയാണ്, അതുകൊണ്ട് ഭയപ്പെടരുത്. ജീവൻ വന്നു പോകുന്നതാണ്. നിങ്ങൾക്ക് കേന്ദ്രത്തെ സംരക്ഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അദ്ദേഹം അങ്ങനെ എഴുതിയ വികാരനിർഭരമായ കത്താണിത്. ഏതായിരുന്നാലും അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. നടക്കാൻ കഴിയുന്ന സമയത്തൊക്കെ എന്നെ കാണാൻ വന്നിരുന്നു. ഇദ്ദേഹം മസ്ജിദ് ഫസലിൽ ജുമാ നമസ്കരിക്കുമായിരുന്നു. ഞാൻ ബൈത്തുൽ ഫുത്തുവിലേക്ക് പോകാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ ഇദ്ദേഹം പുറത്ത് വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ടാകും. ആത്മാർത്ഥതയും കൂറും അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമായിരുന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കാണുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരക്കുട്ടി പറയുന്നു, ഖിലാഫത്തിനോട് വലിയ സ്നേഹബന്ധമായിരുന്നു. ഈ പേരക്കുട്ടി വഖഫെ സിന്ദഗിയാണ്, സ്വീഡനിലാണ് ഇപ്പോൾ.
ഈ കുട്ടിയും തന്റെ ഉപ്പാപ്പയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് മുന്നോട്ട് പോകട്ടെ. അതിനുള്ള തൗഫീഖ് അല്ലാഹു അദ്ദേഹത്തിന് നൽകട്ടെ. ഈ ജനാസകൾ ഞാൻ നമസ്കരിപ്പിക്കുന്നതാണ്. ജനാസ ഹാദിർ ഉള്ളതുകൊണ്ട് ജുമാ നമസ്കാരത്തിന് ശേഷം ഞാൻ പുറത്തുപോയി ജനാസ നമസ്കരിക്കുന്നതാണ്. നിങ്ങൾ ഇവിടെ സഫ് ശരിയാക്കുക. ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.